വലിച്ചെടുത്ത് നോക്കാം. ഹലോ ഗൈസ്, ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ള അപ്പാച്ചി RTR 200 BS6 യൂസ്ഡ് എക്സ്പീരിയൻസ് റിവ്യൂ ആയിട്ടാണ്. ഓണർ എൻ്റെ കൂടെ നിന്നുണ്ട്. നമുക്ക് വണ്ടി ഇപ്പോൾ ഏകദേശം ഉപയോഗിക്കാൻ വേണ്ടി ഒരു കൊല്ലം. അപ്പോൾ അതിൽ വന്നിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും, ഇപ്പോൾ 3 മോഡ്സ് മെയിനായിട്ട് വരുന്നുണ്ട്. അതും കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഓക്കെ. ഹലോ, ഞാൻ അംബരീഷ്, വണ്ടിൻ്റെ ഓണറാണ്. ഏകദേശം ഒരു 10 മാസത്തോളമായി വണ്ടി എടുത്തിട്ട്. അപ്പം ഇതുവരെയുള്ള ഒരു 5000 കിലോമീറ്റർ ഓടിയിട്ടില്ല, 5500ഓളം. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ എക്സ്പീരിയൻസ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതുതായിട്ട് വണ്ടി എടുക്കാൻ പറ്റവർക്ക് ഈ വീഡിയോ കാണുക, അവർക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് വണ്ടിയിൽ 3 മോഡാണ് വരുന്നത്. അതായത് അർബൻ മോഡ്, സ്പോർട്സ് മോഡ്, ട്രെയിൻ മോഡ്. അർബൻ മോഡ്, സ്പോർട്സ് മോഡ്, റൈഡ് മോഡ്. അപ്പോൾ ഓരോ മോഡ്സിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഇത് മോഡിൻ്റെ സ്വിച്ച്, റെയിൻ മോഡ്. റെയിൻ മോഡ് എന്ന് പറയുമ്പം മഴയത്ത് കുറച്ച് ബ്രേക്കിംഗ് കൂടും. കാരണം ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല റെയിൻ മോഡ്. അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം അർബൻ മോഡിൽ തന്നെയാണ് അധികം പോവാറ്. റെയിൻ മോഡ് പറഞ്ഞാൽ മറ്റേ സ്ലിപ്പർ അതിനായിരിക്കും, സ്ലിപ്പ് ആവില്ല, സേഫ് ആയിരിക്കും. ഓക്കെ. അർബൻ മോഡ് എന്താ പറയാനല്ലേ? അർബൻ മോഡ് എന്ന് പറയുമ്പോൾ നമ്മള് ഏകദേശം നമ്മളെ ഏരിയയിൽ പോകാൻ പറ്റിയ ഒരു 80 ആണ് അതിന്റെ മെയിൻ. 80 എത്തിയാൽ പിന്നെ ഒരു പിടുത്താന്ന് വണ്ടിക്ക് വണ്ടി മൂവ് ആവില്ല എന്നല്ല, പിന്നെ ഒരു ആക്സിലറേഷൻ അതിൽ വരുന്നില്ല. അർബൻ മോഡിൽ നല്ലോണം ഇട്ട് ഡ്രാഗ് ചെയ്യണം. അപ്പൊ അർബൻ മോഡ് പറഞ്ഞ മാക്സ് 80 പിടിച്ചു വെക്കും വണ്ടി, ഒരു പിടുത്തം കിട്ടും. പിന്നെ സ്പോർട്സ് മോഡ് എനിക്ക് പറയാനില്ല കേട്ടാ, ഒന്നും പറയാനില്ല. സ്പോർട്സ് മോഡിനെ കുറിച്ച് എന്താ പറയാനില്ല? സ്പോർട്സ് മോഡ് ഭയങ്കര അടിപൊളിയാണ്, പറയാനൊന്നുമില്ല. വണ്ടി അങ്ങ് തെറിക്കുക, നമ്മളെ കയ്യിൽ നിന്ന് തെറിക്കുക. നമുക്കൊരു പവർ ആക്സിലേറ്റർ കിട്ടും. ഫസ്റ്റ് ഗിയറിലിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു പവറിൽ. സ്പോർട്സ് മോഡിന്റെ പവർ എന്താണ്? പിന്നെ എന്താ വെച്ചാൽ ഇതില് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആണ്. അത് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല, എന്താ പറയാ, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. കാരണം ഡ്രൈവിംഗിലാകുമ്പോൾ നമ്മളെ ആരാ വിളിച്ചതെന്ന് പെട്ടെന്ന് ഇതിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന ആളാ വിളിച്ചത്, നമ്മളെ സേവ് ചെയ്ത കോൺടാക്ട് അതേപോലെ വരും. ഡിസ്പ്ലേയിൽ ആ പേര് വരും, നമ്മൾ എന്നാ സേവ് ചെയ്ത് അത് അവിടെ വരും. നമുക്ക് വേണ്ട ഫോൺ കോൾ മാത്രമാണെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ബ്രോനെ ഒന്ന് വിളിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഡിസ്പ്ലേയിൽ അതിന്റെ ഫീച്ചേഴ്സ് കാണാം. നമ്മളെ ഫോൺ വിളിച്ചാലും നേരെ ഡിസ്പ്ലേ കാണും. അപ്പോൾ വളരെ ഉപകാരമായിട്ടുള്ള ഫീച്ചേഴ്സ്. നമുക്ക് നേരെ വീഡിയോ കാണാം. ഇതിൽ കാണുന്നുണ്ടല്ലേ? ഇതാണ് എന്റെ സിറ്റിംഗ് പൊസിഷൻ. സീറ്റ് പൊസിഷൻ ഈ രീതിയിൽ ഭയങ്കര കംഫർട്ടാണ്. കാലായാലും ബോഡിയോട് ചേർന്നില്ല ഇതാണ്. പിന്നെ ചെറിയൊരു നമ്മളൊരു മുമ്പിലോട്ട് ചെറിയ സ്പോട്ടിനെസ് മാത്രം. ഓക്കെ. അപ്പൊ നടുവേദന ഒന്നുമില്ല. ഷോൾഡർ പെയിനോ? ഇല്ല, ഷോൾഡർ പെയിൻ ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സീറ്റ് പൊസിഷൻ പറഞ്ഞാൽ ഇതിലെ വരും. ഹൈറ്റ് 170 അല്ലേ? അപ്പൊ കാല് കുത്താനും മോശമില്ല. ഹൈറ്റ് 170. അപ്പൊ കാല് കുത്താനും വലിയ കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഓൾമോസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡ് അല്ല, ഓൾമോസ്റ്റ് ഇത്ര ഉണ്ടാവും. അത്ര ഉണ്ടാവും. അപ്പൊ സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ മൊത്തത്തിലുള്ള സീറ്റ് പൊസിഷൻ പറയും ഇതാണ്. ഓക്കെ. അപ്പൊ വെച്ചാല് പില്ലണായാലും സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അവിടെ ആള് ബാക്കിലുണ്ട് എന്നുള്ളൊരു നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാറില്ല. ഓക്കെ. സീറ്റ് കംഫർട്ട് കുറിച്ച് പറയല്ലേ? റൈഡർ സീറ്റ് കംഫർട്ടാണ്, റൈഡർ ആയാലും പില്ലിയനായാലും. ഓക്കെ. ഇപ്പൊ ഒറ്റ ട്രിപ്പിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ട്രിപ്പിൽ ഏകദേശം ഒരു 110-120 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൽ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല, അടിപൊളിയാണ്, നല്ല ഫീലാണ്. ഓക്കെ. പില്ലിന്റെ അവസ്ഥ എന്താ പറയാനല്ലേ? പില്ലിൻ സീറ്റിനെ കുറിച്ച് കംഫർട്ടാണ്. അപ്പൊ ഇരുന്നവര് കംഫർട്ടാണ്, പെയിനും കാര്യങ്ങളൊന്നും. ഓക്കെ. അപ്പൊ പുതിയൊരു വണ്ടി എടുക്കാൻ പറ്റുന്നത് എന്താ പറയുന്നത്? അപ്പാച്ചി RTR 200cc നല്ല ബെസ്റ്റ് സംഭവമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നോർമലി ഒരു ഫസ്റ്റ് ബൈക്ക് ആണെങ്കിൽ പെർഫെക്റ്റ് വണ്ടിയാണ്. കാരണം ആദ്യം ഒരു 200cc എടുക്കാൻ വരുന്നവർക്കാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ഒരു വണ്ടിയാണ് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ അധികം ക്ലച്ചും റിലീസ് മറ്റേ GTS ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ക്ലച്ച് ഫസ്റ്റിലിട്ട് ക്ലച്ചും എല്ലാം റിലീസ്, ആക്സിലേഷൻ കൊടുക്കൊന്നും വേണ്ട, വണ്ടി മൂവ് ആയിക്കോളും. 200cc ൽ ബൈക്സ് ഉണ്ട്. ഏകദേശം വരുന്നത് ഒരു 2 ലക്ഷത്തിന് മുകളിൽ ഇപ്പോഴത്തെ 200cc ബൈക്കിന്റെ പ്രൈസിലും വരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതില് ഞാൻ ഡിസംബറിൽ എടുത്ത ആ സമയത്ത് 1.62. ഇപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ആ ഒരു ബഡ്ജറ്റിൽ 200cc എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല, എന്താ പറയാ, വർത്ത് ഫോർ മണിയാണ്, വാല്യൂ ഫോർ മണിയാണ്. ഓക്കെ. അപ്പം അത്യാവശ്യം നല്ല പവർ കിട്ടുന്ന വണ്ടി കൂടിയാണ്. പവർ മാത്രമല്ല, കുറെ ഫീച്ചേഴ്സ്, നേരത്തെ പറഞ്ഞ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് 3 മോഡ്സ് വരുന്നുണ്ട്, ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ട് വരുന്നുണ്ട്, പിന്നെ അഡ്ജസ്റ്റബിൾ ക്ലച്ചിന്റെ ഇത് വരുന്നുണ്ട്, ലിവർ അഡ്ജസ്റ്റബിൾ ക്ലച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഈ പ്രൈസിൽ വണ്ടി അടിപൊളിയാണ്, നമുക്ക് ദോഷമൊന്നുമില്ല, നല്ലൊന്നുമില്ല. ഓക്കെ. അപ്പാച്ചി RTRന്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
ബ്രേക്കിങ്ങിനെ കുറിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് നല്ല പെർഫോമൻസ് ആണ്, പക്ഷെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ബാക്കിൽ വരുന്നില്ല. ബാക്ക് വീലിലെ പിടുത്തം കിട്ടുന്നില്ല. ഒരു ആ ഫ്രണ്ടിന്റെ ഒരു നമുക്കൊരു ധൈര്യം ബാക്കിൽ നമുക്ക് വരുന്നില്ല. അതായത് ഫ്രണ്ട് ബൈക്ക് അടിപൊളിയാണ്. ബാക്ക് എനിക്ക് 2-3 വട്ടം സ്ലിപ്പിംഗ് വന്നിട്ടുണ്ട് ഹൈവേയില്. ഓക്കെ, അപ്പം ബ്രേക്കിംഗ് മൊത്തത്തിൽ പറയുകയാണെന്ന് ബ്രേക്കിംഗ് അടിപൊളിയാണ്, പക്ഷെ ആ ഒരു ബാക്കിന്റെ ഒരു ഇതല്ലോ, ആ ഫ്രണ്ടിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് ബാക്കിൽ വരുന്നില്ല. സസ്പെൻഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സസ്പെൻഷൻ കൊണ്ട് മോശമൊന്നും പറയാനില്ല. മോണോഷോക്കാണ്. 4 പില്ലണം പോവാന്നെങ്കിലും സീനൊന്നും ഉണ്ടായി ഇതുവരെ. ഒരു തട്ടലും മുട്ടലൊന്നും ഉണ്ടായിട്ടില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെയിനും കാര്യങ്ങളും സസ്പെൻഷൻ അടിപൊളിയാണ്. ഗട്ടറിൽ ഓടിച്ച് നോക്കിയിട്ടുണ്ട്? ഓടിച്ചിട്ടുണ്ട്. ഗട്ടറേ ഉള്ളൂ, ഓടിക്കാറേ ഉള്ളൂ. റോഡ് മൊത്തം ഗട്ടറാണ്. അങ്ങനെ ചോക്കുമ്പോൾ വണ്ടിനെ കുറിച്ച് അറിയില്ലേ? സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. അതുവരെ പ്രോബ്ലം ഒന്നും, സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്. ക്രാഷ് കാർഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ക്രാഷ് കാർഡ് നല്ല ചെറുതായി പോയെന്ന എന്റെ ഒരു അഭിപ്രായം. കാരണം ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നും വീണിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇത് ഈ ഏരിയ മാത്രം സേഫ്റ്റി മാത്രം നോക്കിക്കൊണ്ടുള്ള ഇത് മാത്രം, ഈ ഒരു ഏരിയ മാത്രമുള്ള സേഫ്റ്റി. ബാക്കി വീണാൽ എന്തായാലും ഇവിടെ എല്ലാം നല്ലോണം പറ്റും, നല്ലോണം ബാധിക്കും. അപ്പം വണ്ടി വീകുന്നുണ്ടെങ്കിൽ അങ്ങനെ റഷായിട്ട് ഓടിക്കുന്നവർക്കാണെങ്കിലും വലിയ ക്രാഷായിട്ട് വെക്കേണ്ടി വരുന്ന പറയേണ്ടത് വെക്കേണ്ടി വരും, അല്ലാണ്ട് സേഫ്റ്റി അല്ലല്ലോ. ഓക്കെ, ഇത് ചെറിയൊരു ക്രാഷായിട്ട് വണ്ടിയുടെ എഞ്ചിൻ ഭാഗം കാലായാലും എന്തായാലും നല്ലോണം പറ്റും. അപ്പാച്ചി ആർടിആറിന്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ക്വാളിറ്റി അടിപൊളിയാണ്, ഒന്നും പറയാനൊന്നുമില്ല, നല്ല ക്വാളിറ്റി. പക്ഷെ ഒറ്റൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതായത് ഈ ഇതിന്റെ ഭയങ്കര ഒരു സൗണ്ട്, ടാങ്കിന് സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ പറയാണ്ട് നമ്മള് എടുക്കാനോ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ തന്നെ അതിന്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ്, കുഴപ്പമില്ല. നമ്മളെ സർവീസിന് കാര്യങ്ങളെന്ന് പറയുന്നത് സെന്ററും ഷോറൂം കാര്യങ്ങളും ഇല്ല, അവര് നല്ല എന്താ പറയാ നമ്മളോട് നല്ല ഇതാണ്. നമ്മൾ വണ്ടി സർവീസ് കൊണ്ട് പോയാൽ നമ്മളെ വൃത്തിക്ക് ചെയ്തു തരും, എല്ലാം അടിപൊളിയാണ്. സർവീസും കാര്യങ്ങളും തീർന്ന അങ്ങനെ സർവീസ് കഴിഞ്ഞാൽ അവിടെ വിളിക്കും, കോൺടാക്ട് ചെയ്യും. ഓക്കെ, മോശമൊന്നുമില്ല. ഓവർ പ്രൈസും കാര്യങ്ങളും വാങ്ങുന്ന പ്രശ്നമൊന്നുമില്ല. മെയിനായിട്ട് പറയാനൊരു പ്രശ്നം പറഞ്ഞാൽ ടാങ്കിന്റെ സൗണ്ടും കാര്യങ്ങളും അല്ലേ. ലൈറ്റിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ബ്രോക്ക് എന്താ പറയാനുള്ളത്? ലൈറ്റ് അടിപൊളിയാണ്, ഒന്നും പറയാനൊന്നുമില്ല. ബ്രൈറ്റ് ഇടേണ്ട ആവശ്യം ഇതുവരെ അധികം വേണ്ട. നമുക്ക് രാത്രി ആയാലും ബ്രൈറ്റ് മാത്രം മതി. അപ്പൊ എതിരെ വരുന്ന ഡ്രൈവർക്ക് ബാധിക്കും. ബ്രൈറ്റ് ആണെങ്കിൽ നല്ലോണം ബാധിക്കും. ഡിമ്മ നമുക്ക് ധാരാളം. ആ സമയത്ത് ബ്രൈറ്റും കൂടി ഇടുമ്പോൾ പറയാനില്ലല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവർക്ക് അത് ബാധിക്കും. അവരെ കണ്ണിൽ നിന്ന് അടിക്കും. അപ്പൊ നമ്മളെ സ്വന്തം ആവശ്യത്താണ് വണ്ടീന്റെ ബ്രൈറ്റ് അടിപൊളിയാണ്. ബ്രൈറ്റ് നല്ല അടിപൊളിയാണ്. കസ്റ്റം ചെയ്ത് ബ്രൈറ്റ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും വേണ്ട. ഓക്കെ. അപ്പോ എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ വരുന്ന 200 cc ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയാൻ കാരണം 1.62 ആ ഒരു റേറ്റിലേ വരുന്നുള്ളൂ. കാരണം ഇപ്പൊ എല്ലാം വരുന്ന 2 ലക്ഷത്തിന് മേലെ 200 cc വരുന്നുണ്ട്. അപ്പൊ ആ ബഡ്ജറ്റ് നോക്കുമ്പോൾ വണ്ടി അടിപൊളിയാണ്. അതെ, അടിപൊളിയാണ്. ഇപ്പൊ പുതിയൊരു വരുന്നവർക്ക് വണ്ടി സുഖമായിട്ട് എടുത്തോന്ന് പറയാനല്ലേ 200 സെഗ്മെന്റിൽ സുഖമായിട്ട് എടുക്കാം. നെഗറ്റീവും കാര്യങ്ങളൊന്നുമില്ല. ആ ടാങ്കിന്റെ ഒരു പ്രശ്നം അല്ലാണ്ട് ബാക്ക് ബ്രേക്ക് പറഞ്ഞത് വേറല്ല, വണ്ടി അടിപൊളിയാണ്. ഓക്കെ, ആർടിആറിലെ മൈലേജിനെ കുറിച്ച് എന്താ പറയാനല്ലേ? മൈലേജ് എനിക്ക് ഹൈവേയിൽ 40 കിട്ടുന്നുണ്ട് കൂളായിട്ട്. പിന്നെ അത് മോഡ് പോലെ ഇരിക്കും. 3 മോഡുണ്ട്. 3 മോഡിന്റെ ആയത്. അപ്പൊ ഇത് മോഡിലൂടെ കുറയാൻ ചാൻസ് ഉണ്ട്. സ്പോർട്സ് മോഡിൽ മൈലേജ് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഹൈവേയിലാണെങ്കിൽ 40 കിട്ടുന്നുണ്ട്. നമ്മളെ ഏരിയയിൽ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്, മൈലേജ് കുറവാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഹൈവേയിലാണെങ്കിൽ 40 കിട്ടുന്നുണ്ട്. അത് ഇപ്പൊ സെക്കൻഡ് സർവീസ് കഴിഞ്ഞില്ലല്ലോ. അപ്പൊ തേർഡ് സർവീസ് ആകുമ്പോൾ കൂടാൻ ചാൻസ് ഉണ്ടാവില്ലേ? കൂടും. വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു വെയിറ്റ് ആയില്ല, വലിയ ഓവറായിട്ടുള്ള വെയിറ്റ് അല്ല. ആർക്കാണ് നമുക്കൊരു എൻ്റെ ഒരു ഹൈറ്റ് ഒരു 169. എനിക്ക് മോശമില്ലാത്തൊരു വലിയ ഫീല് തോന്നുന്നില്ല. ഇത് വണ്ടിയുടെ പവറിനെ കുറിച്ച് പറയാൻ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി, നല്ലൊരു 200 cc അടിപൊളി പവർ കിട്ടുന്നൊരു മോഡലാണെന്ന് പറയാം. ഇത് ലോയന്റെ ടോർക്കിനെ കുറിച്ച് പറയണമെങ്കിൽ ഒന്നുമില്ല, അടിപൊളി ടോർക്കാണ്. സെക്കൻഡ് ഗിയറിൽ ഏകദേശം 45 അടുത്ത് പോകുന്നുണ്ട്. തേർഡ് ഗിയറിൽ 60 അടുത്തോളം കിട്ടുന്നുണ്ട് കേട്ടോ ഈ മോഡലിൽ. ഇപ്പോൾ മോശമല്ല, വണ്ടി അടിപൊളിയാണ്. ഈ സെഗ്മെന്റിൽ അപ്പാച്ചി ആർടിആർ പറയുമ്പോൾ നല്ല സെറ്റ് വണ്ടിയാണ്. നമുക്ക് ആ ഒരു നോക്കാമല്ലോ. ഇപ്പോഴത്തെ വണ്ടിക്ക് വരുന്ന റേറ്റ് പറഞ്ഞാൽ
2 ലക്ഷം 2.5 ലക്ഷം വരുന്നു 200 cc വരുന്ന ബൈക്കുകളായാലും അത് നമുക്ക് ഈ പൈസ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ 200 cc വണ്ടി അടിപൊളിയാണ്. ആർക്കാണെങ്കിൽ ഈസിയായിട്ട് യൂസ് ചെയ്യാം. അത് വലിയ വെയിറ്റ് തോന്നുന്നില്ല വണ്ടി. ഇതിൻ്റെ പവറിനെ കുറിച്ചാണെങ്കിൽ ഒരു പ്രശ്നമില്ല. 200 cc വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പവർ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വണ്ടീൻ്റെ പവറായാലും ലോ ആൻഡ് ടോർക്കായാലും ഒരു രക്ഷയില്ല. അതിമാരകമായൊരു ലോ ആൻഡ് ടോർക്ക് കിട്ടുന്നുണ്ട് പറയാം. ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലെല്ലാം അടിപൊളി ടോർക്ക് വണ്ടി കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ചെറിയൊരു ഗിയറിൽ 2 സെക്കൻഡോ 3rd ഗിയറിൽ നമുക്ക് നല്ല സ്പീഡ് ക്രൂസ് ചെയ്യാൻ പറ്റും. ഒരു 40-50 അടുത്തും കിട്ടുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരിക. ചാനൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ.